ഒരുപക്ഷെ അമേരിക്കയിലെ വൈറ്റ് ഹൗസ് ഓവൽ ഓഫീസ് സമീപകാല ചരിത്രത്തിൽ ഇതുവരെ സാക്ഷ്യം വഹിക്കാത്ത രീതിയിലുള്ള വാഗ്വാദങ്ങൾക്കാണ് ഈ കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത്. യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെഡി വാൻസും തമ്മിൽ നടത്തിയ ആ ഒരു ചർച്ച വളരെ വലിയ ഒരു വാഗ്വാദത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ച. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ലോക നേതാക്കൾ തമ്മിലുള്ള ഈ ഒരു ചർച്ച, അവർ നടത്തുന്ന ഈ ഒരു വാഗ്വാദങ്ങൾ, പരസ്പരമുള്ള ആ ഒരു പോർവിളി പൊതുമധ്യത്തിലേക്ക് ഇത്തരത്തിൽ എത്തുന്നത് ചർച്ചയാകുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ആർക്കാണ് തെറ്റ് സംഭവിച്ചത്, ആരാണ് ഇവിടെ വിജയിച്ചത്, ആരാണ് പരാജയപ്പെട്ടത്? വെറുമൊരു ഒറ്റപ്പെട്ട സംഭവമായി ഈ ഒരു വാഗ്വാദത്തെ നമുക്ക് കാണാൻ സാധിക്കുമോ? അത് ലോകക്രമത്തിൽ ഇനി വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെ? റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ഒരു പരിഹാരമാകുമോ, അതോ അത് അനന്തമായി ഇങ്ങനെ നീണ്ടുപോകുമോ? ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് അരുൺ. റോബിൻ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റെടുത്ത ജനുവരി 20 ശേഷം നമ്മൾ അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് കണ്ണോടിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള പല ട്വിസ്റ്റുകൾ, പല ടേണിംഗ് പോയിന്റുകൾ, കൗതുകകരമായിട്ടുള്ള ചില വാർത്തകൾ ഇൻ്റർനാഷണൽ ആ ഒരു പൊളിറ്റിക്സിൽ നിന്നും നമുക്ക് ദിനംതോറും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസം ഓവൽ ഓഫീസിൽ നടന്ന ആ വാഗ്വാദം. അത് വളരെ കൗതുകകരം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. ഒരു ട്വിറ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കണ്ടതാ, മോസ്റ്റ് ട്രാൻസ്പെറൻറ്റ് മീറ്റിംഗ് എവർ ഹെൽഡ് അറ്റ് ഓവൽ ഓഫീസ് എന്നും പറഞ്ഞ് ആ ഒരു വീഡിയോയുടെ താഴെ വന്നൊരു കമൻറ്റാണ്. നമുക്കറിയാം അതിൻ്റെ ഒരു പശ്ചാത്തലം. നമുക്കറിയാം സെലൻസ്കി വൈറ്റ് ഹൗസിലേക്ക് വരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചിട്ട് 3 വർഷം പിന്നിടുന്നു. ട്രംപിൻ്റെ പ്രഖ്യാപിത ഒരു നയമാണ് റഷ്യ യുക്രൈൻ യുദ്ധം എത്രയും വേഗം തന്നെ അവസാനിപ്പിക്കുമെന്നത് ട്രംപിൻ്റെ പ്രഖ്യാപിത നയമാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യയിൽ റഷ്യയുമായി നടത്തിയ ചർച്ച, തുർക്കിയിൽ റഷ്യയുമായി നടത്തിയ ചർച്ച. അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾ നീങ്ങുന്ന ഒരു ഘട്ടത്തിലാണ് സെലൻസ്കി വൈറ്റ് ഹൗസിലേക്ക് വരുന്നത്. ഒപ്പം തന്നെ യൂറോപ്യൻ യൂണിയനോടുള്ള അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളോടുള്ള അമേരിക്കയുടെ ഒരു നിലപാട് മാറുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു ചിന്താഗതികൾ, അത്തരത്തിലുള്ള ചില വാർത്തകളും പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു വീഡിയോ, ഒരു 5 മിനിറ്റിൻ്റെ വീഡിയോ ആണ് പ്രചരിക്കുന്നത്. പക്ഷേ നമുക്ക് വ്യക്തമായും പറയാൻ സാധിക്കും ഏകദേശം 50 മിനിറ്റോളം ഇരുവരും തമ്മിൽ, അതായത് സെലൻസ്കിയും ട്രംപും ജെഡി വാൻസും ഒപ്പം തന്നെ അമേരിക്കയുടെ നയതന്ത്ര പ്രതിനിധികളുമായിട്ടുള്ള ഒരു ചർച്ച 50 മിനിറ്റോളം നീണ്ടു നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ക്ലൈമാക്സിൽ സംഭവിച്ച ഒരു വീഡിയോ ആണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സെലൻസ്കിയുടെ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്ന് കൃത്യമായിട്ടും വ്യക്തമാണ് ആൾ അത്ര ഒരു കംഫർട്ടായിരുന്നില്ല. അതിനു മുമ്പ് ട്രംപ് അദ്ദേഹത്തെ ഡിക്റ്റേറ്റർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു. ട്രംപ് സ്വീകരിക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ട്രംപ് സ്വീകരിക്കുന്ന ചില നടപടികളോട് യുക്രൈൻ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. അപ്പോൾ വ്യക്തമാണ്, നമുക്ക് ചില ആ ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ പ്രഡിക്റ്റബിൾ ആയിരുന്നു ഏത് നിമിഷവും ഒരു പൊട്ടിത്തെറിക്കാവുന്ന ഒരു അവസ്ഥയിലാണ് സെലൻസ്കി നിൽക്കുന്നത് എന്നൊരു കാര്യം. പിന്നെ എന്തുകൊണ്ട് ഈ ഒരു പ്രകോപനത്തിലേക്ക് ട്രംപും അല്ലെങ്കിൽ ഒരു വാഗ്വാദത്തിലേക്ക് ട്രംപും ജെ ഡി വാൻസും പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഈ സെലൻസ്കിയുടെ ഒരു കടംപിടുത്തം, അതായത് ഒരു നെഗോസിയേഷൻ അല്ലെങ്കിൽ ഒരു സീസ് ഫയർ എന്നൊരു കാര്യം എടുത്തിടുമ്പോൾ പുട്ടിൻ്റെ മേൽ എപ്പോഴും കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ പുട്ടിനാണ് കുറ്റവാളി, ആ തരത്തിലേക്ക് കാര്യങ്ങൾ. നമുക്കറിയാം റഷ്യയുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷേ ഒരു നെഗോസിയേഷൻ ടേബിളിലേക്ക് വരുമ്പോൾ ഒരു വൺ സൈഡഡ് ആയിട്ടുള്ളൊരു ആർഗ്യുമെൻറ്റിലേക്ക് പലപ്പോഴും യുക്രൈൻ പോകുന്നുണ്ട്. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ വാർത്ത വന്നതിന് ശേഷം ഈ ഫോക്സ് ന്യൂസിൽ വന്നൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. കൺസർവേറ്റീവ്സ് റാലി അറൌണ്ട് ട്രംപ് ആഫ്റ്റർ മീറ്റിംഗ് വിത്ത് സെലൻസ്കി ഗോസ് ഓഫ് ദ റീൽസ്. അതിൻ്റെ അകത്ത് ഒരു 2 ട്വീറ്റുകൾ ഞാൻ പരാമർശിക്കാൻ ആഗ്രഹിക്കുകയാണ്. സെനറ്റർ ബെർണി മൊറീനോ പോസ്റ്റ് ചെയ്തൊരു ട്വീറ്റാണ്. ഫൈനലി വി ഹാവ് എ പ്രസിഡന്റ് ഹു വിൽ സ്പീക്ക് ദ ട്രൂത്ത് ആൻഡ് സ്റ്റാൻഡ് അപ്പ് അഗെയിൻസ്റ്റ് വാഷിംഗ്ടൺസ് എൻലെസ് വാർസ്. അമേരിക്കൻ taxpayers have been funding this war. It's time to stop killing and stop risking World War III. വേറൊരു ട്വീറ്റാണ്. പ്രസിഡന്റ് ട്രംപ് ആൻഡ് ജെ ഡി വാൻസ് ജസ്റ്റ് ടോൾഡ് സെലൻസ്കി എക്സാക്ട്ലി വാട്ട് മില്യൺസ് ഓഫ് അമേരിക്കൻസ് ഹാവ് വാണ്ടഡ് ടു ടെൽ ഹിം റൈറ്റ് ടു ഹിസ് ഫേസ്. സമ്മൺ നീഡഡ് ടു സേ ഇറ്റ്. അതായത് അനിവാര്യമായിട്ടുള്ള ഒരു മാറ്റമാണ്. അല്ലെങ്കിൽ ഈ അന്താരാഷ്ട്ര പൊളിറ്റിക്സിൽ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ അമേരിക്ക സ്വീകരിച്ചു പോരുന്ന ഒരു നടപടിയിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ മുൻകാല നടപടികളിൽ നിന്നൊരു അനിവാര്യമായിട്ടുള്ള മാറ്റമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഇപ്പോൾ ബൈഡൻ പിന്തുടർന്ന് പോരുന്ന അല്ലെങ്കിൽ പിന്തുടർന്ന് പോകുന്ന ഒരു നടപടി അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു മനോഭാവം യുക്രൈനോട് അമേരിക്ക തുടരുകയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് വേൾഡ് വാർ 3 ആണ്. നമുക്കറിയാം വേൾഡ് വാർ 1 വേൾഡ് വാർ 2 സംഭവിച്ചത് എന്താ? അമേരിക്കയെ ആ വാറിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ വലിച്ചിഴക്കുകയായിരുന്നു. അല്ലെ, നഷ്ടം സംഭവിച്ചത് അമേരിക്കയാണ്. അമേരിക്കയുടെ പിന്തുണയോടുകൂടി തന്നെയാണ് അവിടെ വിജയം വരിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ആയതെന്നത് മറ്റൊരു വസ്തുതയാണ്.
പക്ഷേ ഈ യുദ്ധം, ഈ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച് 80 വർഷം കഴിഞ്ഞിട്ടും ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ USSRനോടുള്ള അല്ലെങ്കിൽ പഴയ USSRനോടുള്ള ഒരു ഭയം, അതിൻ്റെ ഒരു പ്രേതം ഇപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. എന്തുകൊണ്ട് അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്നു, പ്രതിരോധ സപ്പോർട്ട് കൊടുക്കുന്നു എന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം USSR ഉയർത്തിയ ഭീഷണി, പിന്നെ നമുക്കറിയാം കോൾഡ് വാർ ഇറ. അപ്പോൾ റഷ്യ ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ USSR ആ കാലഘട്ടത്തിൽ ഒരു ഭീഷണിയായിട്ട് അവിടെ നിലകൊണ്ടതുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളെ പ്രതിരോധപരമായിട്ടുള്ള മേഖലയിൽ അമേരിക്കയ്ക്ക് സപ്പോർട്ട് ചെയ്യേണ്ടി വന്നത്. അമേരിക്കൻ ടാക്സ് പേഴ്സിൻ്റെ മില്യൺസ് ഓഫ് ഡോളേഴ്സാണ് ആ ഒരു വകുപ്പിൽ അമേരിക്കയ്ക്ക് അവിടെ ചെലവഴിക്കേണ്ടി വന്നത്. പക്ഷേ ഇന്നത്തെ സ്ഥിതി അതല്ല. ഇന്ന് അമേരിക്കയുടെ ശത്രു എന്ന് പറയുന്നത് റഷ്യയല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചൈന തന്നെയാണ്. അതുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ബന്ധത്തിൽ, നാറ്റോയുമായിട്ടുള്ള ബന്ധത്തിൽ അമേരിക്കയ്ക്ക് ഒരു അനിവാര്യമായിട്ടുള്ള ഒരു ചേഞ്ച് ഓഫ് മൈൻഡ് സ്വീകരിക്കേണ്ടി വന്നത്. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് ഈ കഴിഞ്ഞ ദിവസം നാം ഓവൽ ഓഫീസിൽ നാം കണ്ടത്. ഇപ്പോൾ ട്രംപ് സെലൻസ്കിയോട് പറഞ്ഞ കാര്യങ്ങൾ, ഡോൺ പ്ലേ വിത്ത് വേൾഡ് വാർ 3 എന്ന് പറയുന്ന കാര്യങ്ങൾ, അതെല്ലാം സെലൻസ്കിയോട് മാത്രമല്ല പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഉടനീളമുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക, ഇനി അമേരിക്കയെ ചാരിക്കൊണ്ട് ഈ നേട്ടം കൊയ്യാനുള്ള ഒരു സമീപനം അവസാനിപ്പിക്കുക, ഇനി അതിന് അമേരിക്ക നിന്നു തരില്ല എന്നൊരു വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പ്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ്, അല്ലെങ്കിൽ അമേരിക്ക സ്വീകരിക്കുന്ന വളരെ നിർണായകമായിട്ടുള്ള ഒരു ചേഞ്ച് ഓഫ് മൈൻഡിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ഓവൽ ഓഫീസിൽ സംഭവിച്ചത്. ഇനി നമുക്ക് അടുത്തൊരു പോയിന്റിലേക്ക് പോകുമ്പോൾ റോബിൻ, നമുക്കറിയാം സാധാരണ ഗതിയിൽ ഇത്തരത്തിൽ ലോക നേതാക്കൾ തമ്മിലുള്ള ചർച്ചയിൽ ഇങ്ങനെയൊരു സീൻ ഒരു കാലഘട്ടത്തിൽ നാം കണ്ടിട്ടില്ല. ഇരു കൂട്ടരും പ്രകോപിതരാകുന്നു, ലൗഡറായിട്ട് സംസാരിക്കുന്നു, ഒരു വാഗ്വാദത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ നമ്മൾ കുറേ കൂടി ഡീപ്പായിട്ട് ഇന്നലെ നടന്ന ഒരു കോൺവെർസേഷനെ അനലൈസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു വാദപ്രതിവാദങ്ങൾ അവിടെ സംഭവിച്ചത്? ട്രംപും JD വാൻസും, നമുക്കറിയാം JD വാൻസ് പൊതുവെ ഒരു ഭാഷണിയായിട്ട് അല്ലെങ്കിൽ മിതത്വമുള്ളൊരു നേതാവായിട്ടാണ് നാം ചിന്തിച്ചിരുന്നത്. പക്ഷേ JD വാൻസ് പോലും ഒരു പ്രകോപിതനാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്തായിരിക്കാം അവിടെ സംഭവിച്ചത്? ഇത്തരത്തിലുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള, രൂക്ഷമായിട്ടുള്ള ഒരു പ്രതികരണത്തിന് ട്രംപിനെയും JD വാൻസിനെയും പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കാം? രൂക്ഷമായ ഒരു പ്രതികരണത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ, അവർ രണ്ടുപേരും വന്നിരുന്ന് അവരുടെ സംസാര ശൈലി കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് രണ്ടുപേരും പർപ്പസ്ഫുള്ളി വന്നിരുന്നേക്കുന്നതാണ്. ഈ സെലൻസ്കി തുടക്കം മുതലേ റിബലായി പുള്ളിയുടെ സ്റ്റാൻഡ് അവിടെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം. എന്ന് വെച്ചാൽ ഇത് തുടങ്ങിയേക്കുന്നത് ശരിക്കും എനിക്ക് തോന്നുന്നത് JD വാൻസ് പോയിട്ട് യൂറോപ്പിൽ പോയി അവിടുത്തെ സെക്യൂരിറ്റി കൗൺസിൽ പോയി പ്രസംഗിച്ച് അത് കഴിഞ്ഞ് വെച്ചിട്ട് കൃത്യമായി കാര്യം പറഞ്ഞു, നിങ്ങളുടെയും ഞങ്ങളുടെയും വ്യൂ തമ്മിൽ ഇപ്പോൾ വ്യത്യാസമായിരുന്നു, നമ്മളെ തമ്മിൽ യോജിപ്പിച്ചിരുന്ന ഒരു വ്യൂ പണ്ടുണ്ടായിരുന്നു, ആ വ്യൂവിൽ കാര്യമായ മാറ്റം വന്നിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ജനങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത്. അദ്ദേഹം റുമേനിയനെ എടുത്ത് പറഞ്ഞ് എക്സാമ്പിൾ ചെയ്ത് പറയുന്നത് എന്ന് വെച്ചാൽ അവിടുത്തെ ഡെമോക്രാസി, അവിടെ റഷ്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഗവൺമെൻറ് അധികാരത്തിലേക്ക് വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു അത് റഷ്യ ഇടപെട്ട് ചെയ്തതാണ്, അപ്പോൾ അതിനെ പിരിച്ചുവിടണം, അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങനെ തീരുമാനമെടുക്കുന്ന സാഹചര്യം, അങ്ങനെ കുറേ ഉദാഹരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അന്നേരം അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ ഡെമോക്രസിയിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഒരു പ്രൊപ്പഗാണ്ടയ്ക്ക് അതിനെ തകർക്കാൻ കഴിയുമെങ്കിൽ പിന്നെ നിങ്ങളുടെ ഡെമോക്രസിക്ക് എന്തോരം ശക്തി ഉണ്ടെന്നൊക്കെയുള്ള കൃത്യമായ ചോദ്യം ചെയ്യും. എനിക്ക് അവിടെ മുതൽ ഇങ്ങോട്ട് പിന്നീട് ഇതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് പ്രസിഡന്റ് വൈറ്റ് ഹൗസിൽ വരുന്നു, അവിടുന്ന് കൃത്യമായി അവർ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല. കീർ സ്റ്റാർമർ അതിൻ്റെ പുറകെ വരുന്നു, അവിടുന്ന് കൃത്യമായ സാധനം കിട്ടിയില്ല. ഇതിനെല്ലാം ബ്രീഫ് അപ്പ് ചെയ്താണ് സെലൻസ്കി വരുന്നത്. അവർക്ക് കൃത്യമായ അജണ്ടയോടെ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായിട്ട് തന്നെയാണ് സെലൻസ്കി ഇവിടെ വരുന്നത്. ഇവിടെ വന്നിട്ട് ഡൊണാൾഡ് ട്രംപുമായി സംസാരിക്കുന്നു. പക്ഷേ സെലൻസ്കിയുടെ വഴിക്ക് കാര്യങ്ങൾ നീങ്ങുകയില്ല എന്നറിഞ്ഞപ്പോൾ നമ്മൾ കണ്ട ആ ഷോ എന്ന് പറയുന്നത് ഇവർക്ക് രണ്ടു കൂട്ടർക്കും അറിയാം. അവിടെ ഇരിക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപും JD വാൻസ് അടക്കമുള്ളവർക്ക് അറിയാം ഇങ്ങേര് റിബലായിട്ടായിരിക്കുന്ന ഏതെങ്കിലും സമയത്ത് പൊട്ടിത്തെറിക്കേണ്ട ആവശ്യം വരുന്ന ഇവർക്കും അറിയാം. ഈ സെലൻസ്കിയും അലമ്പുണ്ടാക്കാൻ വേണ്ടി തന്നെ അവിടെ വന്ന് ഇരുന്നാന്നുള്ളത് അവരുടെ തുടക്കം മുതലേ ഉള്ള അവരുടെ മാനറിസംസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടായൊരു സംഭവമല്ല, അത് കൃത്യമാണ്. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഡൊണാൾഡ് ട്രംപ് ഇത് തുടങ്ങുമ്പോൾ പറയുന്നൊരു സാധനമുണ്ട്. എന്ന് വെച്ചാൽ ഈ ആദ്യം പറയും ഞങ്ങൾ ഇപ്പോൾ യൂറോപ്പിന് ഭീഷണി, ഞങ്ങൾ യൂറോപ്പ് സെക്യൂരിറ്റി ഏറ്റെടുക്കണം, യൂറോപ്പിൻ്റെ തന്നെ സെക്യൂരിറ്റി ഏറ്റെടുക്കണം, ഞങ്ങൾ ഒരു സമുദ്രത്തിൻ്റെ പുറകിലാണ് ഇപ്പുറത്താണ് കിടക്കുന്നത് എന്ന് പുള്ളി പറയുന്നുണ്ട്. അതിനെ പിന്നീട് സെലൻസ്കി എടുത്തേച്ച് പറയുന്നുണ്ട് കുറച്ച് കഴിയുമ്പം നിങ്ങൾക്കും റഷ്യ എന്താണെന്നുള്ള ഫീൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കും ഉണ്ടാകും എന്ന് പറയുമ്പം വാറിനെ ടേസ്റ്റ് ചെയ്യാൻ സാധിക്കും, പറയുമ്പം
അന്നേരമാണ് ഡൊണാൾഡ് ട്രംപ് പൊട്ടിത്തെറിക്കുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നുണ്ട് അത് ഡിക്റ്റേറ്റ് ചെയ്യാൻ താങ്കൾ ആരാണ് അത് ഡിക്റ്റേറ്റ് ചെയ്യാൻ. ആ വാക്കാണിത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഡിക്റ്റേറ്റ് ചെയ്യാൻ താങ്കളാണ്. നേരത്തെ പുള്ളിനെ ഡിക്റ്റേറ്റർ എന്ന് വിളിച്ചൊരു സാധനം കൂടെ ഉണ്ട് അതിൻ്റെ കൂടെ. അപ്പോൾ അത് ഡിക്റ്റേറ്റ് ചെയ്യാൻ താങ്കൾ ആരാണ്, ഞങ്ങൾ എന്താണ് ഫീൽ ചെയ്യേണ്ടതെന്ന് ഡിക്റ്റേറ്റ് ചെയ്യാൻ താങ്കൾ ആരാണ് എന്ന് ചോദിക്കുന്നത്. അപ്പം അതുതന്നെയാണ് അതിൻ്റെ ഉള്ളിൽ ഏറ്റവും കോർ എലമെൻ്റ് എന്ന് പറയുന്നത്. അമേരിക്ക എവിടെ കിടക്കുന്നു, ഉക്രൈൻ എവിടെ കിടക്കുന്നു. അതാണ് ട്രംപ് പറയുന്നത്, ഞങ്ങളാണ് നിങ്ങളെ സഹായിച്ചത്, ഞങ്ങളില്ലെങ്കിൽ നിങ്ങളില്ല. ജെ ഡി വാൻസ് പറയുന്നു ഒരു താങ്ക് യു പോലും താങ്കൾ ഇവിടെ വന്ന് ഇത്ര നേരം ഇരുന്നിട്ട് അതിന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങൾ നിങ്ങളെ സഹായിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരാണെന്ന് എന്ന് വെച്ചാൽ കൃത്യം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഞങ്ങളുടെ സാധനം വാങ്ങി തിന്നേച്ചിട്ട് ഞങ്ങൾ പറയുന്നത് കേൾക്കുക, അതിനപ്പുറത്ത് കൂടുതൽ വർത്തമാനം പറയാൻ നിൽക്കണ്ട എന്നാണ് പച്ചയ്ക്ക് അദ്ദേഹത്തോട് പറഞ്ഞു വിട്ടത്. അദ്ദേഹം പക്ഷേ യൂറോപ്യൻ യൂണിയൻ്റെയും അവരുടെയും എല്ലാം അജണ്ടകൾ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ നിന്നു എന്നുള്ളതാണ് അതിൻ്റെ ഉള്ളിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ അതിനെ അനലൈസ് ചെയ്യുമ്പോൾ ഒരു കാര്യം. ഇനി അതിനെ നമ്മൾ അല്പം കൂടെ ഡീപ്പായിട്ട് നമ്മൾ പോകുമ്പോൾ മനസ്സിലാക്കേണ്ടത് അമേരിക്ക എന്താണ് ഉക്രൈൻ യുദ്ധത്തിൽ ചെയ്തത്. അമേരിക്ക ജോ ബൈഡൻ്റെ ഗവൺമെൻറ് ഡെമോക്രാറ്റിക് പാർട്ടി അത്രയും പണം $350 ബില്യൺ ചെലവഴിച്ചു എന്ന് പറയുന്ന ആയുധങ്ങൾ കൊടുത്തു വന്നിട്ട്, പക്ഷേ അവർ ചെയ്തൊരു കാര്യമുണ്ട്, അവരൊരിക്കലും അതിൻ്റെ ഉള്ളിൽ നേരിട്ട് ഇടപെട്ടില്ല എന്നുള്ളതാണ്. അത് ആ പോളിസി തന്നെയാണ് ഇപ്പോഴും. അതാണ് നമ്മൾ അമേരിക്കയുടെ ബേസിക് പോളിസി ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അതാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇന്നും അതേ പോളിസി അമേരിക്ക നേരിട്ട് ഇടപെടാൻ തയ്യാറല്ല. പക്ഷേ യൂറോപ്യൻ യൂണിയനും നാറ്റോയ്ക്കും അതുപോലെ തന്നെ സെലൻസ്കിയും ആവശ്യം അമേരിക്ക നേരിട്ട് ഇടപെടണം. അവരെങ്ങനെയും അമേരിക്കനെ നേരിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചിടാനാണ് ശ്രമിക്കുന്നത്. അവർ ഹിസ്റ്ററി മനസ്സിലാക്കുന്നില്ല. അവർ ഒന്നാം ലോക മഹായുദ്ധത്തിൽ അമേരിക്ക നേരിട്ട് ഇടപെട്ടില്ല, രണ്ടാം ലോക മഹായുദ്ധത്തിലും അമേരിക്ക നേരിട്ട് ഇടപെട്ടിട്ടില്ല. അമേരിക്ക ഇങ്ങനത്തെ കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാര്യം വെച്ചുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ച് ചൈനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത്. റഷ്യ അവർക്കൊരു ഫോക്കസ് പോയിന്റേ അല്ല. യൂറോപ്പിനെ സംബന്ധിച്ച് റഷ്യ ഫോക്കസ് പോയിന്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു കഴിഞ്ഞ ഒരു USSRൻ്റെ ആ കോൾഡ് വാർ അതിൻ്റെ ഒരു ബൂഗിമാനെയാണ് റഷ്യയിൽ കാണുന്നത് അവർ. എന്ന് വെച്ചാൽ നാളെ ഒരു ദിവസം റഷ്യ ശക്തി പ്രാപിക്കുന്നു, അതിനുശേഷം ഞങ്ങൾക്കെതിരെ വരുന്നു, ഞങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരു സാധനമാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ ഇല്ലാതാക്കാൻ എന്ത് ചെയ്യണം? റഷ്യയെ ഡിഫീറ്റ് ചെയ്യണം സ്ട്രാറ്റജിക്കായിട്ട്. ഇനി കംപ്ലീറ്റ് ആയിട്ട് ഡിഫീറ്റ് ചെയ്തില്ല എങ്കിലും എങ്ങനെയെങ്കിലും റഷ്യയെ ഇക്കോണമിക്കലായിട്ട് തകർത്ത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അവർ മനസ്സിലാക്കുന്നില്ല ഈ റഷ്യയുടെ ചീപ്പ് ഗ്യാസ് ഉപയോഗിച്ചാണ് ഇവർ സസ്റ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് യൂറോപ്പിലെ പല രാജ്യങ്ങളും ക്രൈസിസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. വളരെ വലിയ ക്രൈസിസിലേക്കാണ് ഇവരെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ റുമേനിയ പോലെയുള്ള രാജ്യങ്ങൾ റഷ്യക്ക് അനുകൂലമായിട്ട് ഉക്രൈനെ സഹായിക്കരുത് എന്ന് പറയുന്ന പാർട്ടികൾക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ തയ്യാറാകുന്നത്. അത് ഇവർ മനസ്സിലാക്കുന്നത്. അതിനെതിരെയാണ് ജെ ഡി വാൻസ് പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം അങ്ങനെ കർട്ടയിൽ ചെയ്യുന്നത് ശരിയല്ല, അത് ഞങ്ങൾ അപ്രൂവ് ചെയ്യില്ല എന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എങ്ങനെയെങ്കിലും എന്ന് വെച്ചാൽ ഈ യൂറോപ്യൻ യൂണിയന് റഷ്യയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. റഷ്യയെ ഇല്ലാതാക്കിക്കൊണ്ട് റഷ്യയിൽ നിന്നും അവരുടെ റിസോഴ്സ് ചോർത്തുക എന്നുള്ളതാണ് യൂറോപ്യൻ യൂണിയൻ്റെ ഒരു അടിസ്ഥാനപരമായ തത്വം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ അമേരിക്കയെ സ്ക്രൂ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ സാധനമാണ് എന്ന് മറക്കരുത് എന്ന് ഇവരോട് മുന്നറിയിപ്പ് കൊടുത്തത് അതുകൊണ്ടാണ്. കാരണം നാറ്റോയുടെ ചുവട് പിടിച്ച് നാറ്റോയുടെ രക്തം ഊറ്റി കുടിച്ചാണ് യൂറോപ്യൻ യൂണിയൻ വളർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നാറ്റോയാണ്. ഈ നാറ്റോയുടെ 50% കൊടുക്കുന്നത് അമേരിക്കയാണ്. അങ്ങനെ വരുമ്പോഴാണ് അമേരിക്ക പറയുന്നത് ഇത് ഞങ്ങൾക്ക് പാരയാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് നേരത്തെ അറിയാം ഇത് ഞങ്ങൾക്ക് പാരയാണെന്നുള്ളത്. കാരണം അമേരിക്കയുടെ പണം ഉപയോഗിച്ച് യൂറോപ്യൻ യൂണിയൻ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ ആ യൂറോപ്യൻ യൂണിയനാണ് യഥാർത്ഥത്തിൽ നാറ്റോയ്ക്കും അപ്പുറത്ത് ആ യൂറോപ്യൻ യൂണിയനാണ് ഈ ഉക്രൈനിലേക്ക് വരാൻ നിൽക്കുന്നത്. അതാണ് റഷ്യയെ ചൊടിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ അതുകൊണ്ടാണ് ഫ്രാൻസ് പറഞ്ഞത് ഞങ്ങളുടെ ന്യൂക്ലിയർ വെപ്പണുള്ള ഈ ജെറ്റുകൾ ഞങ്ങൾ യൂറോപ്പിലെ പല സ്ഥലത്തും വിന്യസിക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് ബദലായിട്ട് അതാണ് അവരുടെ അടുത്ത സ്ട്രാറ്റജി. അമേരിക്ക യൂറോപ്പിലെ പല സ്ഥലത്തും ന്യൂക്ലിയർ ബോംബ് വെച്ചിട്ടുണ്ട്. അത് റഷ്യയ്ക്ക് ബദലായിട്ടാണ്. എന്ന് വെച്ചാൽ USSR ഉണ്ടായിരുന്നപ്പോൾ അതിന് ബദലായിട്ട് വെച്ചതാണ്. അതിന് പകരമായിട്ട് അമേരിക്ക മാറുന്ന സാഹചര്യം, വലിയ സഹായിക്കാനില്ലാത്ത സാഹചര്യം വന്നാൽ ഫ്രാൻസ് അത് ചെയ്തോളാം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തോ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് മാറുകയാണ്. എന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് അൾട്ടിമേറ്റ്ലി ഉക്രൈനിൽ ഒരാളെ പോലും വിന്യസിക്കാനോ അവിടെ യുദ്ധത്തിന് നിൽക്കാൻ, എന്ന് വെച്ചാൽ ഈ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് സെലൻസ്കിക്കും യൂറോപ്പിനും ആവശ്യം അമേരിക്കയുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള വെപ്പൺസ് ഉക്രൈനിൽ കൊണ്ടേ വെക്കുക എന്നുള്ളതാണ്. ഉക്രൈനിൽ കൊണ്ടേ അവരുടെ ഈ അമേരിക്കയുടെ തനതായിട്ടുള്ള വെപ്പൺ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് സെക്യൂരിറ്റിയാണ്. അതാണ് ഇവർ ലെവറേജ് ആയിട്ട് എടുക്കുന്നത് ഈ സമാധാന പീസ് ടോക്കിൻ്റെ ഉള്ളിൽ.
അപ്പോൾ പക്ഷേ അമേരിക്കയ്ക്ക് അത് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇസ്രായേലിൽ താഡ് മിസൈൽ സിസ്റ്റം അമേരിക്ക കൊണ്ടുവച്ചു. അവിടെ ഇത്രയും ബന്ധമുള്ള ഇസ്രായേലിൻ്റെ ഒരു സൈനികരും അല്ല അത് നിയന്ത്രിച്ച അമേരിക്കയുടെ സൈനികർ തന്നെയാണ് അത് നിയന്ത്രിച്ചത്. എന്ന് വെച്ചാൽ ഉക്രൈനിൽ ഇനി അടുത്ത സ്റ്റെപ്പിലായിട്ട് സെൻസിറ്റീവായിട്ടുള്ള വെപ്പൺസ് അവിടെ കൊണ്ടേ ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യാൻ അമേരിക്കൻ പട്ടാളക്കാർ തന്നെ ഉക്രൈനിൽ ഇറങ്ങേണ്ട അവസ്ഥ വരും. എന്ന് വെച്ചാൽ അടുത്ത യുദ്ധം എന്ന് പറയുന്നത് അമേരിക്കയും റഷ്യയും തമ്മിലാണ്. റഷ്യയും അമേരിക്കയും തമ്മിൽ യുദ്ധം വന്നു കഴിഞ്ഞാൽ അത് വളരെ ഭീകരമായ ഒരു യുദ്ധമായിരിക്കും. യൂറോപ്പ് അതിൻ്റെ ഇൻവോൾവ് ആകും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ മാറി നിൽക്കുന്ന ഒരു പീസ് ഉണ്ടാകും, അത് ചൈനയായിരിക്കും. എന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് നേരിട്ട് യുദ്ധത്തിന് താല്പര്യമില്ലാത്തത് നേരിട്ട് പണവും ആൾബലവും ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളത്തെ യുദ്ധം ചൈനയുമായിട്ടാണ് നടക്കാനിരിക്കുന്നത്. അത് പക്ഷേ അവിടെ ചൈന വിജയിക്കുന്ന അങ്ങനെയുള്ള ആ ഒരു സ്ട്രാറ്റജിയിൽ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം. അമേരിക്ക ഇന്നും ശ്രമിക്കുന്നത് എന്ന് പറയുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലും അവരെ എങ്ങനെ നിന്നോ അതേ രീതി തന്നെയാണ് അവരിപ്പോഴും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവർ ഉക്രൈനിൽ അവരുടെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആയുധങ്ങൾ കൊണ്ടുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റഷ്യ അഥവാ ആയുധങ്ങൾ പിടിച്ചെടുത്ത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല റഷ്യക്ക് തിരിച്ച് ഇങ്ങോട്ട് ആക്രമിക്കാൻ വലിയൊരു കാരണമായി മാറുകയും ചെയ്യും. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ഒരു യുദ്ധമായി മാറും. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് യു ആർ ഗാംബ്ലിംഗ് വിത്ത് തേർഡ് വേൾഡ് വാർ. യു ആർ ഗാംബ്ലിംഗ് വിത്ത് തേർഡ് വേൾഡ് വാർ എന്ന് സെലൻസ്കിയോട് പറയുന്നത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ ഇവിടെ മാധ്യമങ്ങൾ പലപ്പോഴും പറഞ്ഞിരുന്നു എന്ന് വെച്ചാൽ ഉക്രൈൻ ഭയങ്കരമായിട്ട് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കരമായിട്ട് ഇത് റഷ്യ തോറ്റുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ അതിൻ്റെ സത്യം വിളിച്ചു പറയുകയാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾക്കൊരു പീസ് ടോക്കിലേക്ക് വരാൻ താല്പര്യമില്ലാത്തതെന്ന് അവിടെ തന്നെ അത് തന്നെയാണ് സെലൻസ്കിയും ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ സെലൻസ്കി അലമ്പുണ്ടാക്കി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരു പീസ് ടോക്ക് നടക്കുമ്പോൾ ഉക്രൈൻ ഇല്ലാതെ എങ്ങനെ പീസ് ടോക്ക് നടക്കും? അപ്പോൾ അത് അങ്ങനെ ഒരു ഈ വെറുതെ അങ്ങ് അലമ്പുണ്ടാക്കിയതല്ല, രണ്ടു കൂട്ടരും മനഃപൂർവ്വം ഉണ്ടാക്കിയ അലമ്പ് തന്നെയാണത്. കൃത്യമായ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഉക്രൈന് യൂറോപ്പിൻ്റെ പിന്തുണയുണ്ട്. എന്താണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കൃത്യമായ ഒരു ടോക്ക്. പിന്നെ ഒരു കാര്യവും കൂടി ഇതിനുള്ളിൽ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. ഈ യുദ്ധം സമാധാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സെലൻസ്കിക്ക് സ്വന്തം നിലനിൽപ്പ് കൂടിയുണ്ട്. ഒരു പക്ഷേ സമാധാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം സെലൻസ്കിയുടെ സ്ഥാനം പോലും തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതും കൂടെ സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ള ഒരു സ്ട്രാറ്റജി കൂടി അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ നാടക കമ്പനിയിലേക്ക് തിരിച്ചു കൊണ്ടുവരും, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകേണ്ട സാഹചര്യമാണ്. അതുകൊണ്ടാണ് ജെ.ഡി. വാൻസ് പറഞ്ഞ റൊമാനിയയിൽ റഷ്യയെ അനുകൂലിക്കുന്ന ഗവൺമെൻറ് വന്നപ്പോൾ നിങ്ങൾ എന്താണ് പറഞ്ഞത്? അത് ഇതിൻ്റെ മുന്നോടിയാണ്. എന്ന് വെച്ചാൽ അടുത്തത് ഉക്രൈനിൽ ഇലക്ഷൻ നടന്നേച്ചിട്ട് ഇപ്പോൾ യൂറോപ്പിന് അനുകൂലമല്ലാത്ത ഒരു ഗവൺമെൻറ്റാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെയും മറിച്ചിടാൻ ശ്രമിക്കരുത്, മര്യാദയ്ക്ക് നിന്നോണം എന്നുള്ള ഒരു ഭാഷ കൂടിയാണത്. പിന്നെ അതിനുള്ള ഒരു കാര്യം കൂടി ഉള്ളത്, ഈ ഡൊണാൾഡ് ട്രംപ് ഇടയ്ക്കിടയ്ക്ക് റയർ എർത്ത് മിനറൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ ഉക്രൈനിൽ സമാധാനമുണ്ടായാൽ ഉക്രൈനെ റീബിൽഡ് ചെയ്തേണ്ടത് ഏറ്റവും പ്രധാന ആൾ അമേരിക്ക തന്നെ ആയിരിക്കും. അപ്പോൾ അമേരിക്ക അത് ഉദ്ദേശിക്കുന്നത് അമേരിക്കൻ കമ്പനികളെ കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് റീബിൽഡിങ് കാര്യങ്ങളെല്ലാം നടത്തുക. അതിനുള്ള പണം അമേരിക്കൻ ഗവൺമെൻറ് ആയിരിക്കും കൊടുക്കുന്നത്. പക്ഷേ അതിനുള്ള പണം ഉണ്ടാക്കിയെടുക്കുന്നത് ഇവരുടെ റയർ എർത്ത് മിനറൽസ് ഇവിടെ മണ്ണ് കുഴിച്ചിട്ട് തന്നെ ആയിരിക്കും. ഇവരുടെ തന്നെ മണ്ണ് കുഴിച്ചായിരിക്കും അവിടെ പുനർനിർമ്മാണം നടക്കുക എന്നുള്ളതാണ്. പിന്നെ അത് അദ്ദേഹം എടുത്തെടുത്ത് പറയാനുള്ള കാരണം ചൈനയ്ക്കുള്ള ഒരു മെസ്സേജും കൂടിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ റയർ എർത്ത് മിനറൽസ് അവിടെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നാൽ ഞങ്ങൾ വേറെ വഴി നോക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് അത് അവിടെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാതെ എല്ലായിടത്തേക്കും എക്സ്പോർട്ട് ചെയ്യാനും കൂടെ നോക്കിക്കോ എന്നുള്ള ഒരു മെസ്സേജ് കൂടിയാണത്. എന്താണെങ്കിലും ഈ കണ്ട വാഗ്വാദങ്ങൾ മനഃപൂർവ്വം രണ്ടുപേരും കൃത്യമായ അജണ്ടയോടെ ചെയ്തതാണ്. അതിൻ്റെ ഉള്ളിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ പരാജയമല്ല, ഡൊണാൾഡ് ട്രംപിൻ്റെ വിജയം തന്നെയാണ്. എന്ന് വെച്ചാൽ അമേരിക്ക കൃത്യമായ മെസ്സേജ് കൊടുത്തു, മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്ന പോലെ നിന്നോ, ഇല്ല എന്നുണ്ടെങ്കിൽ നീ അധികകാലം ഓടുകയില്ല എന്നുള്ള കൃത്യമായ മെസ്സേജ് യൂറോപ്യൻ യൂണിയനും അതുപോലെ തന്നെ ഉക്രൈനും കൊടുക്കുകയാണ് ചെയ്തത് അമേരിക്ക. അത് കറക്റ്റാണ്. കാരണം ഈ അമേരിക്കയുടെ പങ്ക് സെലൻസ്കി അവിടെ സമ്മതിക്കുന്നുണ്ട്. അതായത് ആ ഒരു വാഗ്വാദത്തിനിടയിൽ കൃത്യമായിട്ട് സെലൻസ്കി പറയുന്നുണ്ട് അമേരിക്കയുടെ സപ്പോർട്ട് ഇല്ലായിരുന്നുവെങ്കിൽ. ട്രംപ് പറയുന്നുണ്ട് ഈ യുദ്ധം 2 ആഴ്ച പോലും നീളില്ലായിരുന്നു. അപ്പോൾ സെലൻസ്കി പറയുന്നു 3 ദിവസം പോലും നീളില്ലായിരുന്നു. അതിൻ്റെ ട്രംപ് വീണ്ടും പറയുന്നത് 3 അല്ല 2 ദിവസത്തിനുള്ളിൽ തന്നെ യുദ്ധം തീർന്നേനെ. അപ്പോൾ അമേരിക്കയുടെ പങ്ക് എന്താണ് എന്നുള്ളത് സെലൻസ്കിക്ക് വ്യക്തമാണ്. പക്ഷേ അതിനൊരു താങ്ക്ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഒരു നന്ദി അത് പറഞ്ഞില്ല, അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു ബോഡി ലാംഗ്വേജ്, ആ അത്തരത്തിലുള്ളൊരു പെരുമാറ്റം സെലൻസ്കി നടത്തിയില്ല എന്നത് കൃത്യമായിട്ടും ഒരു വീഴ്ച തന്നെയാണ് യുക്രൈൻ്റെ ഭാഗത്ത് സംഭവിച്ചത്. അരുൺ, നമ്മൾ മറ്റൊരു ആസ്പെക്റ്റ് ചിന്തിച്ച് നോക്കുമ്പോൾ ഈ റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച 2022 ഫെബ്രുവരി മാസം, അന്ന് ലോകം പ്രെഡിക്റ്റ് ചെയ്തൊരു കാര്യമുണ്ട്. ഈ യുദ്ധം കൂടിപ്പോയ 1 മാസം അല്ലെങ്കിൽ 2 മാസം അതിനുള്ളിൽ തന്നെ റഷ്യ യുക്രൈനെ കീഴടക്കും എന്നൊരു കാര്യം കൃത്യമായിട്ട് തന്നെ ലോകത്തിലുള്ള പലരും പ്രവചിച്ചിരുന്നു. പക്ഷേ 2 മാസം പോയി, 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞപ്പോൾ 3-ാം വർഷത്തിൽ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ.
അപ്പോൾ അതിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ളൊരു നിഗൂഢത നമുക്ക് സംശയിക്കാൻ സാധിക്കുമോ? നമുക്കറിയാം, നമ്മൾ പല നിലപാട് പ്ലാറ്റ്ഫോമിലും നമ്മൾ ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ അതിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് പല ലോക പൊളിറ്റിക്സിലെ പല ക്രമങ്ങളിലും ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു നിഗൂഢമായിട്ടുള്ള ഇടപെടലിനെ പറ്റി നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതാണ്. നമുക്കറിയാം, ഡീപ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇലുമിനാറ്റി പോലുള്ള ആ നിഗൂഢ സംഘങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് കലുഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം ആണ് അവരുടെ ഒരു ലക്ഷ്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുക്രൈൻ എന്ന് പറയുന്നത് ഇവരുടെ ഒരു എരയാണ്, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, അവരുടെ അജണ്ട നടപ്പാക്കാനുള്ളൊരു എരയാണ് യുക്രൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു അതിശയോക്തിയുമില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം റഷ്യയുമായി 2000 കിലോമീറ്ററോളം അതിർത്തി പങ്കിടുന്ന ഈ ഒരു രാജ്യത്ത് കൃത്യമായിട്ടും ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ, അത് അതിർത്തി മേഖലയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത് ലോകം മുഴുവൻ പടർത്താം എന്നൊരു വ്യാമോഹം ഇവർക്കുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പോൾ ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എത്രത്തോളം ഈ റഷ്യ യുക്രൈൻ യുദ്ധം ഇങ്ങനെ അനന്തമായി നീളുന്നതിൽ എത്രത്തോളം ഒരു ഘടകമായിട്ടുണ്ട്? ജോർജ്, ഈ ഡീപ് സ്റ്റേറ്റിനെ കുറിച്ച് ട്രംപ് നാളെ കുറേ പറഞ്ഞു തുടങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഇലക്ഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ആ സമയം തൊട്ട് തന്നെ ട്രംപിന് അതിൻ്റെ ചില കാര്യങ്ങൾ, എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഭരണകാലത്ത് ട്രംപിന് ഇതിനെക്കുറിച്ച് അത്രത്തോളം ഡീപ്പായിട്ട് അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ രണ്ടാം ഇലക്ഷനിൽ ട്രംപ് തോൽപ്പിക്കപ്പെട്ട അതിൻ്റെ ഒരു സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ട്രംപും പഠിച്ചു കുറേ കാര്യങ്ങൾ. അതായത് ട്രംപ് അല്ലാതെ അല്ലെങ്കിൽ തൻ്റെ ഭരണകൂടത്തിൽ താനല്ലാതെ മറ്റാരോ ഇരുന്ന് കളിക്കുന്നു, അല്ലെങ്കിൽ മറ്റാരോ കരുക്കൾ നീക്കുന്നു, ഇതിനെക്കുറിച്ചുള്ള സൂചന കിട്ടിയത് ഇത് കൂടുതൽ പഠിച്ചതിന് ശേഷം, ഇതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷമാണ് ട്രംപിന് ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഡീപ് സ്റ്റേറ്റ് എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിനും കാരണമായിട്ട് ഡീപ് സ്റ്റേറ്റ് എന്താണ് ചെയ്തതെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ സാധിക്കുമായിരിക്കും. എന്താണ് ഡീപ് സ്റ്റേറ്റ് എന്നതിനെക്കുറിച്ച് നമ്മൾ പല നിലപാടുകളിലും നമ്മൾ ചർച്ചയ്ക്ക് എടുത്ത കാര്യമാണ്. പക്ഷേ ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ചില സീക്രട്ട് ഗ്രൂപ്പുകളുണ്ട്. അതിനെയാണ് ജോർജ് ഫ്രീമേസൺ, ഇല്ലുമിനാറ്റി എന്ന പേരുകളിലൊക്കെ നമ്മൾ പറയുന്നത്. ഇവരാരും മുന്നിൽ നിന്നിട്ടല്ല കളിക്കുന്നത്. ഇവരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. ലോകത്തിൻ്റെ പല നീക്കങ്ങളെയും പല ഭരണകൂടങ്ങളെയും നിയന്ത്രിക്കുന്ന ഇവരാണ്. പക്ഷേ ഇവർ ഒരിക്കലും മുന്നിലോട്ട് വരുന്നില്ല. ഇവർക്ക് ഇവരുടേതായ അജണ്ടകളുണ്ട്. ലോകത്തിൽ സംഭവിക്കേണ്ടതും ഇനി സംഭവിക്കേണ്ടതുമായ പല കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് കൃത്യമായ അജണ്ടയുണ്ട്. അവരുടെ നിഗൂഢമായ കാര്യങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് കൂടുതൽ സമയം വേണം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇവരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. ഇവർ എങ്ങനെ നിയന്ത്രിക്കുന്നു? ഇവർ രാഷ്ട്രത്തലവന്മാരിലൂടെ, ഭരണകൂടത്തിലുള്ള പല സംവിധാനങ്ങളിലെ ഇതിലെല്ലാം ഇവരുടെ ആൾക്കാരിലൂടെ, അല്ലെങ്കിൽ ഇവർ സ്വാധീനിക്കപ്പെടുന്ന വ്യക്തികളിലൂടെ ഇവരുടെ കാര്യങ്ങൾ ഇവർ നേടുന്നു. ഈ കാര്യം അമേരിക്കയിൽ ഇവർ നടപ്പാക്കുന്നത് ഡീപ് സ്റ്റേറ്റിലൂടെയാണ്. ഈ ഡീപ് സ്റ്റേറ്റിനെ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റിൻ്റെ കൺട്രോൾ ആരുടെ കയ്യിലാണെന്നാണ് ആദ്യം നോക്കേണ്ടത്. നാളുകളായിട്ട് അമേരിക്കയിലെ ഭരണത്തിലില്ലാത്ത ഒബാമയാണ് ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ അമേരിക്കയിലുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒബാമ ഭരണത്തിലില്ലെങ്കിലും പല ലോക രാജ്യങ്ങളിൽ നിന്നും അതുമായിട്ട് ബന്ധപ്പെട്ട നേതാക്കന്മാർ ഒബാമയെ പേഴ്സണലായിട്ട് പോയി കാണുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതായത് ബൈഡനും ഇവരെല്ലാം അവർ പപ്പറ്റുകളായിരുന്നു. ഭരിച്ചിരുന്നത് ശരിക്കും ഒബാമയും അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റും ചേർന്നിട്ടായിരുന്നു അമേരിക്കയെ ഭരിച്ചിരുന്നത്. ട്രംപിൻ്റെ ആദ്യ ഭരണകാലത്തും ഡീപ് സ്റ്റേറ്റ് കൃത്യമായിട്ട് അവരുടെ കരുക്കൾ നീക്കിയിരുന്നു. പക്ഷേ രണ്ടാം ഭരണം എല്ലാം മാറി. ട്രംപിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞു. എന്താണ് ഡീപ് സ്റ്റേറ്റ് ഇത്രനാൾ ചെയ്തുകൊണ്ടിരുന്നത്? അവർ US എയ്ഡിനെ ഏത് രീതിയിലൊക്കെയാണ് ഉപയോഗിച്ചത്? ശരിക്കും ക്ലിൻ്റൻ്റെ ഭരണകാലത്ത് അന്ന് ജോർജ് സോറോസ് അവിടെ ഇടം പിടിച്ചതാണ്. അന്ന് മുതലേ, അതായത് 90കളുടെ കാലം മുതലേ അമേരിക്കയുടെ US എയ്ഡിനെ കൺട്രോൾ ചെയ്യുന്നത് സോറോസും ഇവരുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങളുമാണ്. അവർ കൃത്യമായിട്ട് ആസൂത്രണങ്ങൾ നടത്തി. കൃത്യമായിട്ട് ഇല്ലുമിനാറ്റി ഫ്രീമേസൺ അജണ്ട അവർ കൃത്യമായിട്ട് നടപ്പാക്കി. ലോക രാജ്യങ്ങളിൽ നടപ്പാക്കി. പല രാജ്യങ്ങളും അധാർമികതയിലേക്ക് കൂപ്പുകുത്തി വീണു. ചില രാജ്യങ്ങളിൽ അവർ കലാപങ്ങളുണ്ടാക്കി. ചില രാജ്യങ്ങളിൽ അവർ റിജിം ചേഞ്ചുകൾ വരുത്തി. ഇപ്പോൾ ഏറ്റവും ഒടുവിലെ ബംഗ്ലാദേശിലെ റിജിം ചേഞ്ച് വരുത്തി. ഈ യുക്രൈനിലെ 2014 അവർ കൃത്യമായിട്ട് അന്ന് യൂറോപ്യൻ യൂണിയനും അല്ലെങ്കിൽ യൂറോപ്പും അവരോടുകൂടി സഹകരിച്ചുകൊണ്ട് യൂറോപ്പിനും ഉണ്ടായിരുന്നു യുക്രൈനിലെ താല്പര്യങ്ങൾ. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോ റഷ്യൻ ഗവൺമെൻറ്റിനെ അവർക്ക് ഒരു കാലത്തും അംഗീകരിക്കാൻ സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരും ഇതിലെ കൂട്ടുകൂടി അങ്ങനെ ഒരു പ്രോ യൂറോപ്പ് അല്ലെങ്കിൽ വെസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കുന്നതിൽ ഈ ഡീപ് സ്റ്റേറ്റിന് കൃത്യമായിട്ടുള്ള പങ്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഇതുപോലെയുള്ള ഒരു 2019 സെലൻസ്കി വരുന്നത്. ഒരു കൊമേഡിയൻ അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു കമ്പനി നടത്തുന്ന ഒരു വ്യക്തി ഒരു രാജ്യത്തിൻ്റെ ഭരണ തലപ്പത്തേക്ക് വരികയാണ്. വെറും ഒരു പപ്പറ്റ് പോലെ യൂറോപ്പിൻ്റെയും ഡീപ് സ്റ്റേറ്റിൻ്റെയും ഇംഗിതങ്ങൾ മാത്രം നടപ്പാക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട ഒരു പപ്പറ്റ്. ആ ഒരു വ്യക്തി വന്നതിന് ശേഷമാണ് പുടിൻ ഇത്രയധികം പ്രകോപിതനായത്. പുടിനെ ഡിക്റ്റേറ്ററിനും മാനസിക രോഗിയുമെന്നാണ് യൂറോപ്യൻ രാജ്യങ്ങൾ വിളിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ട്രംപ് കൃത്യമായിട്ട് പറഞ്ഞു, സെലൻസ്കിക്ക് ഭ്രാന്താണ്, സെലൻസ്കി ഡിക്റ്റേറ്ററാണ്. അതായത് ട്രംപിന് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം. നേരത്തെ റോബിൻ സൂചിപ്പിച്ചതുപോലെ, ജോർജ് സൂചിപ്പിച്ചതുപോലെ വെറും 2 ദിവസം കൊണ്ട് തീരേണ്ട ഒരു യുദ്ധത്തെയാണ് ഈ സെലൻസ്കി ഇത്രയും വർഷങ്ങൾ നീട്ടിക്കൊണ്ടുപോയത്. ഈ യുദ്ധത്തിൽ ആർക്കാണ് നേട്ടം? 3 വർഷം കഴിഞ്ഞു.
ഇതുവരെയായിട്ടും സെലൻസ്കി ഒരു നെഗോസിയേഷന് തയ്യാറാവുന്നില്ല. സെലൻസ്കി യുദ്ധം തുടരുകയാണ്. എന്തുകൊണ്ടാണ് സെലൻസ്കി യുദ്ധം തുടരുന്നത്? സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം സെലൻസ്കി അല്ല യുദ്ധം ചെയ്യുന്നത്, നാറ്റോ ആണ് യുദ്ധം ചെയ്യുന്നത്. സെലൻസ്കിക്ക് അവിടെ ഒരു ചെറിയൊരു റോള് മാത്രമേ ഉള്ളൂ. യുക്രൈനും അതെ. യുക്രൈൻ ഒരു ബാറ്റിൽ ഗ്രൗണ്ട്. ആ ബാറ്റിൽ ഗ്രൗണ്ട് ഉപയോഗിക്കുന്നത് യൂറോപ്പാണ്. ആ യൂറോപ്പ് എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്? റഷ്യയെ തകർക്കുക. ഈ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. റഷ്യയെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ റഷ്യയുടെ എല്ലാ ശക്തിയും അവസാനിപ്പിക്കുക. ഇതാണ് അവരുടെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുമ്പോൾ വൻ നഷ്ടങ്ങളാണ് ഇത്രയും നാളുകൾ കൊണ്ടുണ്ടായത്. ഇവിടെ മിസൈലുകളുടെയോ അല്ലെങ്കിൽ മറ്റു യുദ്ധോപകരണങ്ങളുടെയോ നഷ്ടങ്ങളോ അല്ലെങ്കിൽ കുറവുകളോ അല്ല നമ്മൾ കണക്കിലെടുക്കേണ്ടത്. ഇവിടെ സെലൻസ്കി ചിന്തിക്കുന്നത് എനിക്ക് ഇനിയും ഇഷ്ടം പോലെ ആയുധങ്ങൾ യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് സെലൻസ്കി ചിന്തിക്കുന്നത്. ഇവിടെ എത്ര മരണങ്ങളുണ്ടായി, എത്ര ജീവനുകൾ ഇവിടെ പൊലിഞ്ഞുപോയി. ഈ ജീവനുകളെക്കുറിച്ച് ഈ സെലൻസ്കിക്കോ പുട്ടിനോ യാതൊരു ചിന്തയില്ലേ. അവരെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 12 ലക്ഷത്തോളം പേര് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇത്രയധികം മരണങ്ങളുണ്ടായ ഒരു യുദ്ധം ഉണ്ടാകുന്ന സംശയമാണ്. മരിച്ചത് പട്ടാളക്കാരായതുകൊണ്ട് മാത്രമാണ് ഈ കണക്കുകൾ ലോകത്തേക്ക് അധികം വരാത്തത്. 12 ലക്ഷം മരണങ്ങളുണ്ടായി. ഇനി ഔദ്യോഗികമായിട്ട് തന്നെ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 5 ലക്ഷം മരണങ്ങൾ. 5 ലക്ഷം പട്ടാളക്കാരാണ് ഭൂരിഭാഗവും മരിച്ചിരിക്കുന്നത്. ഇത്രയും മരണം ഉണ്ടായിട്ടും ഇനിയും ഈ യുദ്ധം തുടരണം എന്ന് ചിന്തിക്കുന്ന സെലൻസ്കിയെ എന്താണ് നമ്മൾ വിളിക്കേണ്ടത്? ഇവിടെ മാധ്യമങ്ങൾ പറയാണ് സെലൻസ്കി അമേരിക്കയുടെ ധാർഷ്ട്യത്തിൻ്റെ കൊമ്പൊടിച്ചു അല്ലെങ്കിൽ തകർത്ത് കളഞ്ഞു എന്നാണ് പറയുന്നത്. ഇത് എവിടേക്കാണ് നീങ്ങുന്നത്? റഷ്യ യുദ്ധം നിർത്തുമോ? ഒരു നെഗോസിയേഷൻ ഇല്ലാതെ റഷ്യ എവിടെ യുദ്ധം നിർത്തും? ഇവിടെയാണ് ട്രംപിൻ്റെ നെഗോസിയേഷനെ അംഗീകരിക്കാൻ സെലൻസ്കി തയ്യാറാകാത്തതിൻ്റെ അപകടം വരുന്നത്. ട്രംപ് പറയുന്നുണ്ട് മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിവെക്കേ, ആദ്യം യുദ്ധം നിർത്തുക, അല്ലെങ്കിൽ ആദ്യം വെടി നിർത്തുക, മറ്റു കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. പക്ഷെ സെലൻസ്കി പറയാണ് ഇനി ഒരിക്കലും തങ്ങളെ ആക്രമിക്കില്ലെന്ന് റഷ്യ പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾ യുദ്ധം നിർത്തൂ എന്നാണ് പറയുന്നത്. ട്രംപ് പറയുന്നുണ്ട് നിങ്ങൾ സംസാരിക്കുന്ന പണ്ടത്തെ ബൈഡനോ മറ്റാരും അല്ല, പുടിൻ പറഞ്ഞത് എന്നോടാണ്, പുടിനെ എന്നെ അറിയാം, പുടിൻ എന്നോട് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ മുന്നോട്ട് പൊക്കോളും എന്ന് ട്രംപ് പറയുന്നുണ്ട്. പക്ഷെ സെലൻസ്കി അതിന് കൂട്ടാക്കുന്നില്ല. സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം യുദ്ധം തുടരണം, അതല്ലെങ്കിൽ സെലൻസ്കി വിജയിക്കണം. സെലൻസ്കി എങ്ങനെ വിജയിക്കും? ഇത്രയും ന്യൂക്ലിയർ ആയുധങ്ങളെ കയ്യിലിരിക്കുന്ന ഒരു റഷ്യയെ തോൽപ്പിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ റഷ്യ അതിൻ്റെ അറ്റക്കൈ പ്രയോഗിക്കും. എല്ലാവരും കൂടി ആക്രമിച്ചാലും ഏറ്റവും അവസാനം റഷ്യ അണുവായുധം ഉപയോഗിക്കും. ഈ അണുവായുധം ഉപയോഗിക്കുന്നത് 3ാം ലോകമഹായുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുക. കാരണം എത്ര നഷ്ടങ്ങളുണ്ടായാലും റഷ്യക്ക് തോൽക്കാൻ സാധിക്കുകയില്ല. കാരണം അവരുടെ കയ്യിൽ അണുവായുധങ്ങൾ ഇരിക്കുന്നുണ്ട്. അവർ ആ അണുവായുധങ്ങൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഇതാണ് ട്രംപ് പറഞ്ഞത്, സെലൻസ്കി നീ ചെയ്യുന്നത് 3ാം ലോകമഹായുദ്ധത്തിനുള്ള ഒരുക്കങ്ങളാണ് നീ ചെയ്യുന്നത്. കൃത്യമാണ്. സെലൻസ്കിക്ക് ബോധം വേണം. ഇമോഷണലായിട്ട് സംസാരിച്ചാൽ മാത്രം പോരാ, അഭിനയിച്ചാൽ മാത്രം പോരാ. സെലൻസ്കി ഒരു ഭരണകർത്താവാണ്, ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രത്തലവനാണ്. അദ്ദേഹം വിവേകത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യണം. അദ്ദേഹത്തിന് അറിയണം എന്താണ് യുക്രൈൻ്റെ ശക്തി, ആരാണ് യുക്രൈൻ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബൈഡനാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഡീപ് സ്റ്റേറ്റ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അവരുടെ കയ്യിൽ നിന്നുള്ള സപ്പോർട്ട് തനിക്ക് കിട്ടില്ല. അമേരിക്കയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ യുക്രൈൻ തീർന്നു. ഇത് സെലൻസ്കിക്ക് കൃത്യമായിട്ട് അറിഞ്ഞിട്ടും വിവേകമില്ലാതെ സെലൻസ്കി പെരുമാറിയാണ്. ഇത് യുക്രൈനെ വലിയൊരു അപകടത്തിലേക്ക് കൊണ്ട് ചെന്നിക്കും. യൂറോപ്പിന് പ്രത്യക്ഷത്തിൽ നഷ്ടങ്ങളൊന്നുമില്ല. ഈ ബാറ്റിൽ ഗ്രൗണ്ട് കിടക്കുന്നത് യുക്രൈനാണ്. യുക്രൈനിൽ ഇരുന്നിട്ടാണ് റഷ്യയുമായിട്ട് യൂറോപ്പ് യുദ്ധം ചെയ്യുന്നത്. യൂറോപ്പിനല്ല നഷ്ടങ്ങൾ വരുന്നത്, യുക്രൈനാണ് നഷ്ടങ്ങൾ വരുന്നത്. ഈ സെലൻസ്കിയുടെ സ്വഭാവം വെച്ചിട്ട് ലോകരാജ്യങ്ങൾ പറയുന്ന ഒരു കമന്റ് ഉണ്ട്. അതായത് അവസാനത്തെ യുക്രൈൻകാരൻ കൊല്ലപ്പെടുന്നത് വരേക്കും സെലൻസ്കി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. ഇത് ട്രംപിന് കൃത്യമായിട്ട് അറിയാം. സെലൻസ്കിയെ വരച്ച വരയിൽ നിർത്താൻ ട്രംപിന് അറിയാം. ഡീപ് സ്റ്റേറ്റിന്റെ റോള് കഴിഞ്ഞു. ഇനിയുള്ള 4 വർഷം ട്രംപിന്റെ കയ്യിലാണ് ഭരണം. ട്രംപ് അത് കൃത്യമായിട്ട് വരച്ച വരയിലേക്ക് സെലൻസ്കിയെ കൊണ്ടുവരും. അതുപോലെ തന്നെ പുടിനുമായിട്ടൊരു നല്ലൊരു ബന്ധത്തിലേക്കും വരും. ഈ യുദ്ധം ട്രംപ് അവസാനിപ്പിക്കും. യെസ്, അത് വളരെ കറക്റ്റാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ടും പറയാൻ സാധിക്കുന്നത്, അതിനിർണായകമായിട്ടുള്ള ചില അത്ഭുതം ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ചില സമവാക്യങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ഒരു പോളറൈസേഷൻ. പോളറൈസേഷൻ എന്നൊരു വാക്ക് ഞാൻ യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ സെലൻസ്കി വൈറ്റ് ഹൗസിൽ ട്രംപും JD വാൻസുമായി നടത്തിയ ആ സുപ്രസിദ്ധി നേടിയ ആ കൂടിക്കാഴ്ച, അവിടെ ഉണ്ടായ വാഗ്വാദം, അതിനുശേഷം ലോകം എങ്ങനെ അതിനോട് പ്രതികരിച്ചു, അതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറയാൻ സാധിക്കും ഇനി ലോക പൊളിറ്റിക്സിൻ്റെ, അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൻ്റെ, ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൻ്റെ ഒരു പോക്ക് എങ്ങോട്ടാണ് എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് ആ പ്രതികരണങ്ങൾ. അതായത് അമേരിക്ക ഒരു സൈഡിൽ നിൽക്കുന്നു, മറു സൈഡിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കും അല്ലെങ്കിൽ നിൽക്കാൻ പോകുന്നു എന്ന ഒരു പ്രതീതി ജനിപ്പിക്കുന്നു. ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സമവാക്യം അല്ലെങ്കിൽ ആ ഒരു ലോകക്രമം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച്
മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അമേരിക്ക ഫസ്റ്റ് എന്ന ആ ഒരു പോളിസിയുമായി മുന്നോട്ട് പോകുന്ന ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സമവാക്യം വളരെയധികം ആഹ്ലാദം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ബില്യൺ കണക്കിന് ഡോളറാണ് നികുതിദായകരുടെ, അമേരിക്കൻ നികുതിദായകരുടെ ബില്യൺ കണക്കിന് ഡോളറാണ് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു കടലിനപ്പുറം കിടക്കുന്ന യൂറോപ്യൻ ഭൂഖണ്ഡത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അമേരിക്ക വിനിയോഗിച്ചത്. ഒരു കാലഘട്ടത്തിൽ അത് അനിവാര്യമായിരുന്നു. തീർച്ചയായിട്ടും അമേരിക്കയ്ക്കെതിരെ തിരിയുന്ന അല്ലെങ്കിൽ അമേരിക്കയ്ക്കെതിരെ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന USSRനെ വരുതിയിൽ വരുത്തുവാൻ USSRനോട് ചേർന്ന് കിടക്കുന്ന ആ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു പ്രതിരോധം ഉറപ്പുവരുത്തുക എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായിരുന്നു, അതിപ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. USSRൻ്റെ ഒരു എക്സ്പാൻഷൻ തടയുക എന്നത് അമേരിക്കയുടെ മുഖ്യ അജണ്ടകളിൽ ഒന്നാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ കാലഘട്ടത്തിലൊക്കെ ഇത്ര വലിയൊരു പമ്പിങ് അമേരിക്ക പ്രതിരോധത്തിൻ്റെ ഭാഗമായി, യൂറോപ്പിൻ്റെ പ്രതിരോധത്തിൻ്റെ ഭാഗമായി അമേരിക്ക നടത്തിയത്. പക്ഷേ പിന്നീട് കാലം മാറി, ലോകക്രമങ്ങളിൽ വളരെ നിർണായകമായിട്ടുള്ള പല മാറ്റങ്ങളും സംഭവിച്ചു. റഷ്യയെ എപ്പോഴും ഒരു ശത്രുപക്ഷത്ത് നിർത്തുക എന്നത് നമ്മൾ പറഞ്ഞതുപോലെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു അജണ്ട തന്നെയാണ്. ഇപ്പോൾ ലോകക്രമം മാറി. ഇപ്പോൾ നമ്മൾ ഇന്നലത്തെ നിലപാടിലൊക്കെ പറഞ്ഞതുപോലെ അമേരിക്കയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ശത്രു എന്ന് പറയുന്നത് ഇന്ന് അത് യൂറോപ്പിലല്ല ഉള്ളത്, അത് ഏഷ്യയിലാണ്, ചൈനയിലാണ്. പലപ്പോഴും എനിക്ക് തോന്നുന്നു ഈ ഡീപ് സ്റ്റേറ്റ് ഈ ചൈനയെ അല്ലെങ്കിൽ ചൈനയുമായിട്ടുള്ള ഒരു കൺഫ്രണ്ടേഷൻ അല്ലെങ്കിൽ ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കുന്ന രീതിയിലുള്ള ചില സമീപനങ്ങൾ ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ട് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. അവർക്കെപ്പോഴും ശത്രുപക്ഷത്ത് നിർത്തേണ്ടത് റഷ്യയാണ്. അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളെ കലുഷിതമാക്കണം. നമുക്കറിയാം, യൂറോപ്പ് ഒരു ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയാണ്, ഭൂഖണ്ഡമാണ്. ആ മേഖലയെ എപ്പോഴും ഒരു സംഘർഷാവസ്ഥയിൽ, ഒരു കലുഷിതാവസ്ഥയിൽ നിലനിർത്തുക എന്നത് ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു അജണ്ടയാണ്. അതുകൊണ്ട് തന്നെയാണ് റഷ്യ എപ്പോഴും അവർ ഈ ശത്രുപക്ഷത്ത് നിർത്തുന്നത്. അമേരിക്ക റഷ്യയിലേക്ക് അടുക്കുന്നു അല്ലെങ്കിൽ റഷ്യയുമായിട്ടൊരു സഖ്യത്തിലേക്ക് വരാൻ പോകുന്നു എന്ന് പറയുന്ന വാർത്തകളെയൊക്കെ വളരെ ഭീതിയോടെ അല്ലെങ്കിൽ അത്തരം നീക്കങ്ങളെ തടയിടാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും ഡീപ് സ്റ്റേറ്റ് നടത്തുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ആ ഒരു ക്രൈസ്തവ മേഖലകളെ കലുഷിതമാക്കുക, സംഘർഷഭരിതമാക്കുക എന്ന ഒരു ലക്ഷ്യമാണ് അതിന് പിന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന നാളുകൾ അതീവ നിർണായകമാണ്. ലോകം ഇനി ഇതുവരെ സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത ചില കൂട്ടുകെട്ടുകൾ, ചില സഖ്യങ്ങൾ നാം ഇനി കാണാൻ പോകുന്നു. അതിൽ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യയാണ്. അമേരിക്ക ഇപ്പോൾ ശത്രുപക്ഷത്ത് നിർത്തുന്ന ചൈനയെ ഒരു കൗണ്ടർ ബാലൻസ് ചെയ്യുന്ന വൻ ശക്തിയായിട്ട് ഇന്ത്യ ഉയർന്നു വരാൻ പോകുന്നു. ഇപ്പോൾ അങ്ങനെ തന്നെയാണ് ഇന്ത്യ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കും ഇനി വരാൻ പോകുന്ന ലോകക്രമത്തിൽ അതീവ നിർണായകമായിട്ടുള്ള ഒരു പങ്കുണ്ട്. ക്വാഡ് സഖ്യമൊക്കെ നമുക്കറിയാം, അതൊക്കെ അതീവ ഒരു വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഇനി ലോകക്രമത്തിൻ്റെ ഒരു ഭാവി നിർണ്ണയിക്കുന്നതിൽ. അതുകൊണ്ട് കാത്തിരുന്ന് കാണാം എന്തായിരിക്കും യുക്രൈൻ്റെ ഭാവി, എന്തായിരിക്കും റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ ഭാവി, എന്തായിരിക്കും ചൈനയുടെ ഭാവി, ചൈനയോടുള്ള സമീപനം, യൂറോപ്പിനോടുള്ള അമേരിക്കയുടെ സമീപനം. വരും ദിവസങ്ങളിൽ കാണാം പല ട്വിസ്റ്റുകൾക്കും പല ടേണിംഗ് പോയിൻറ്റ്സിനും ഇനി ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നു എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടും പറയാൻ സാധിക്കും. അമേരിക്കയിലെ ദശലക്ഷക്കണക്കിന് വരുന്ന സാധാരണ ജനങ്ങൾ പറയാൻ ആഗ്രഹിച്ച കാര്യം തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം ഓവൽ ഓഫീസിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെഡി വാൻസും യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കിയുടെ മുഖത്ത് നോക്കി പറഞ്ഞത്. അമേരിക്കയുടെ നികുതിദായകരുടെ പണം ഇനി അനാവശ്യമായിട്ടുള്ള യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കത്തില്ല. യൂറോപ്പിൻ്റെ ഒരു പ്രതിരോധം ഏറ്റെടുക്കേണ്ട ബാധ്യത അമേരിക്കയ്ക്കില്ല എന്ന വ്യക്തമായിട്ടുള്ള സൂചന. തീർച്ചയായിട്ടും ആ വാക്കുകൾ, ആ നിലപാട് വളരെ വലിയൊരു ഇമ്പാക്റ്റാണ് ലോകക്രമത്തിൽ ചെലുത്താൻ പോകുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ വളരെയധികം ചങ്കിടിപ്പോടുകൂടി തന്നെയാണ് അമേരിക്കയുടെ ഈ ഒരു നിലപാടിനെ നോക്കിക്കാണുന്നത്. അമേരിക്ക സ്വീകരിച്ച ഈ ഒരു നിലപാട് റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു പരിസമാപ്തിയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും യുദ്ധങ്ങൾക്ക് വേണ്ടി അനാവശ്യമായിട്ട് പൈസ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് സാമ്പത്തികം ചെലവഴിക്കുന്ന ലോക രാജ്യങ്ങൾ ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാകട്ടെ, യുദ്ധങ്ങൾ ഒഴിവാകട്ടെ. മാറിയ ഒരു ലോകക്രമത്തിൽ തീർച്ചയായിട്ടും സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു അന്തരീക്ഷം സംജാതമാകട്ടെ. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ലോകക്രമത്തെ കലുഷിതമാക്കാൻ ശ്രമിക്കുന്ന ഡീപ് സ്റ്റേറ്റ് പോലുള്ള നിഗൂഢ ശക്തികളെ നിലയ്ക്ക് നിർത്തുവാനും അവരുടെ അജണ്ടകളെ തിരിച്ചറിഞ്ഞ് അതിന് തക്കതായിട്ടുള്ള ഒരു പ്രതിവിധി നടപടികൾ സ്വീകരിക്കുവാനും ലോക നേതാക്കൾക്ക് സാധിക്കട്ടെ എന്ന വ്യക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.